ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് പങ്കുവെക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധതയുടെ കേന്ദ്രമായ അങ്കമാലി പാസ്റ്ററൽ സെന്ററിൽ നിയന്ത്രിക്കുന്ന ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന മാർ ബോസ്കോ പുത്തൂർ പിതാവിനെതിരെയായിരുന്നു പോസ്റ്റുകൾ. പിതാവ് മെത്രാനായിരുന്ന ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയിലെ വൈദികർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബോസ്കോ പിതാവിനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വിവിധ മാനങ്ങളിൽ അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധ വൈദികരും അവരുടെ പിണിയാളുകളും കത്തോലിക്ക സഭയുടെ അഥവാ ക്രൈസ്തവ സഭയുടെ പൗരോഹിത്യത്തിനും സന്യാസത്തിനുമെതിരെയുള്ള നിലപാട് എക്കാലവും എടുക്കുന്നവരാണ്. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗമായിരിക്കുകയും ജലന്ധർ ലത്തീൻ രൂപതയ്ക്ക് വേണ്ടി കന്യാസ്ത്രീയാവുകയും ചെയ്ത ഒരു സന്യാസിയെ കൊണ്ട് വ്യാജമായി നിർമ്മിച്ച കഥയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സമരത്തെ തുടർന്ന് ക്രൈസ്തവ സഭയുടെ പൗരോഹിത്യത്തെയും സന്യാസത്തെയും അപകീർത്തിപ്പെടുത്തുന്ന ആളുകൾക്കൊപ്പം വേദി പങ്കിട്ടവരാണ് സുനഹദോസ് വിരുദ്ധ വൈദികരുടെ നേതാക്കന്മാരും ചില വിശ്വാസികളും. ഏതാണ്ട് അതിന് സമാനമാണ് സീറോ മലബാർ സഭയുടെ മെൽബൺ രൂപതയിലെ ചില വൈദികരെ പോസ്കോ കേസിൽ പെടുത്തുന്നതിനു വേണ്ടിയുള്ള അവിടുത്തെ മുൻ മെത്രാനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാമൂഹ്യ മാധ്യമ അധിക്ഷേപം. എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന അൽമായ മുന്നേറ്റം നേതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സീറോ മലബാർ സഭയിലെ 9 മെത്രാന്മാർക്കെതിരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൊടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുവാനുള്ളത് കയ്യിലുണ്ടെന്ന് ലേഖകനോട് പറഞ്ഞതാണ്. കത്തോലിക്ക സഭയിലെ പുരോഹിതരെ മുഴുവൻ സംശയത്തിലാക്കുന്ന തരത്തിലെ എറണാകുളത്തെ വൈദികരുടെ നേതൃത്വത്തിലുള്ള സുനഹദോസ് വിരുദ്ധതയുടെ ഈ നിലപാട് വളരെ മോശമാണ്. 9 പിതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കത്തോലിക്ക സഭയെ അട്ടിമറിക്കുവാനുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധ വൈദികരുടെ നിലപാട് ആഗോള കത്തോലിക്ക സഭയിലെ വൈദികർക്കെതിരെയും മെത്രാന്മാർക്കെതിരെയുമുള്ള വെല്ലുവിളിയാണ്. തങ്ങൾ എടുത്ത നിലപാടിന് നിയമസാധുത ഇല്ല എന്നുള്ള തിരിച്ചറിവെത്തിയപ്പോൾ കത്തോലിക്ക സഭയുടെ പൂജ്യമായ പൗരോഹിത്യത്തെ തന്നെ അവഹേളിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടത് മോശമായി എന്ന് പറയേണ്ടി വരുന്നത് വളരെ ഖേദത്തോടു കൂടിയാണ്. എറണാകുളത്ത് സുനഹദോസ് വിരുദ്ധരായ വൈദികർ ഉയർത്തിപ്പിടിച്ച ഒറ്റക്കെട്ട് എന്ന ആശയം തകർന്നു വീഴുന്നു എന്നുള്ള പരിഭ്രാന്തിയിലാണ് ഇത്തരം വേലകളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തെ അവഹേളിക്കുവാനും സഭയിലെ വൈദികരെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് തറവേലയും ചെയ്യുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധരായ വൈദികരുടെ വേലയ്ക്ക് മുമ്പിൽ സീറോ മലബാർ സഭയിലെ സീനിയർ മെത്രാനായ മാർ ബോസ്കോ പിതാവ് പതറരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്.